യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, രണ്ട് ചോദ്യങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ് ബൈബിളിൽ ഉടനീളം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ കൈവശം എന്തുണ്ട്? രണ്ടാമത്തെ ചോദ്യം: ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? പഴയ നിയമത്തിൽ പ്രവാചകരിലൂടെ പിതാവായ ദൈവം ചോദിച്ച ഈ ചോദ്യങ്ങൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു ഏതൊരു വിശ്വാസിയോടും ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു മനുഷ്യൻ കാര്യമായ ഒരു ഡിന്നർ ഒരുക്കി. ജീവിതത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ധാരാളം പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി. അതിൽ ബിസിനസ്സുകാരുണ്ടായിരുന്നു, ടീച്ചേഴ്സും ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു, വ്യത്യസ്തമായ കമ്പനികളുടെ CEOs ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽപ്പെട്ട വിവിധങ്ങളായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം പേര് ഒരുമിച്ച് ചേരുന്നു. ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകമായ സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ആതിഥേയത്വം ഒരുക്കിയ വ്യക്തി പറഞ്ഞു, നമുക്കിനി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രത്യേകിച്ചും വിവിധങ്ങളായ ജോലികളിലായിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞു. എല്ലാവരും അവർ ചെയ്ത വലിയ വീരകൃത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡോക്ടറായിരുന്നു, എന്നിലൂടെ ഒരുപാട് പേര് സൗഖ്യപ്പെട്ടുവെന്ന് ചിലർ പറയും. സിവിൽ ഓഫീസേഴ്സ് പറയും, എനിക്ക് ഇത്രയും അധികം ആളുകളുടെ ഇടയിൽ സ്വാധീനമുണ്ടെന്ന് പറയും. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ഇതിനിടയിൽ നീഗ്രോ വംശജനായ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഊഴം വന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ ചെയ്യുന്നത് പോലുള്ള ഒരു ജോലിയല്ല ചെയ്യുന്നത്. ഞാൻ ലോകത്തിലെല്ലാവർക്കും ആവശ്യമുള്ള ഒരു ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അത് സുവിശേഷ പ്രഘോഷണമാണ്. ഞാൻ എല്ലായിടത്തും പോയി ക്രൂശിക്കപ്പെട്ട യേശുവിനെക്കുറിച്ചും ഉദ്ധാനം ചെയ്ത യേശുവിനെക്കുറിച്ചും പാപങ്ങൾക്ക് മാപ്പ് നൽകുന്ന കരുണയോടുകൂടി നമ്മളെ ചേർത്ത് പിടിക്കുന്ന യേശുവിനെക്കുറിച്ചും പ്രസംഗിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു ഇദ്ദേഹത്തിൻ്റേത് എന്നുള്ളതുകൊണ്ട് ആതിഥേയത്വം ഒരുക്കിയ വ്യക്തി പറഞ്ഞു, താങ്കളുടെ അനുഭവങ്ങളിൽ ചിലത് മറ്റുള്ളവരോട് പങ്കുവെക്കാമെങ്കിൽ അത് കൂടുതൽ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത്. യേശുവിനെ കണ്ടുമുട്ടി യേശുവുമായുള്ള എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വിശ്രമിക്കാൻ എൻ്റെ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് ചോദിച്ചു, നിൻ്റെ കൈവശം എന്തുണ്ട്? നിൻ്റെ കൈവശം എന്തുണ്ട്? അവൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ കൈവശം അധികമായിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് നല്ല ശബ്ദമുണ്ട്. ശബ്ദം സംഗീതം നൽകാൻ കൊള്ളാവുന്ന ശബ്ദമല്ലെങ്കിലും ധാരാളം പേരിലേക്ക് പ്രത്യേകമായ സാമഗ്രികളൊന്നും കൂടാതെ ഭംഗിയായി നിന്ന് പ്രസംഗിക്കാനുള്ള ശബ്ദം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ വീണ്ടും ചോദിച്ച്, ഞാൻ നിനക്ക് വേണ്ടി ഇനി എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ ശബ്ദം നിനക്കായിട്ട് തരാം. നീ നിൻ്റെ മുറിവുകൾ എനിക്ക് വേണ്ടി പങ്കുവെക്കണം എന്ന് പറഞ്ഞു. അവർ തമ്മിൽ വാഗ്ദാനം കൈമാറി. ഇതാ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. നീഗ്രോ വംശജനായ ഇദ്ദേഹം തൻ്റെ ഗോത്രത്തിൽപ്പെട്ട ആളുകളോട് സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി പോകാൻ തുടങ്ങി. വീടുകൾ ഓരോന്നായി അദ്ദേഹം കയറി ഇറങ്ങുന്നു. ഉദ്ധിതനായ യേശുവിനെക്കുറിച്ചും കരുണ കാണിക്കുന്ന യേശുവിനെക്കുറിച്ചുമൊക്കെ പറയാനായിട്ട് തുടങ്ങുന്നു. അത്രയും കാലം ഏറെ സ്നേഹത്തോടു കൂടി ഇദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടിരുന്ന ആളുകൾ ഇതാ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടാനും ഇദ്ദേഹത്തെ ശാരീരികവും മാനസികവുമായിട്ട് ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അച്ഛനമ്മമാർ മാറി മാറി വന്ന് ശാരീരികമായി ഇദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ മക്കളും ചേർന്ന്, ആ നാട്ടിലെ എല്ലാ കുഞ്ഞുങ്ങളും ചേർന്നും ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ അദ്ദേഹം ഉപദ്രവിക്കപ്പെട്ട് ശാരീരികമായി ഏറെ തളർന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമെടുത്ത് അവർ ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് എറിയും. ഒരിക്കൽ വെളിയിലെറിയപ്പെട്ട് അദ്ദേഹം കിടക്കുകയാണ്. ബോധം നഷ്ടപ്പെട്ടു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം കിട്ടി.
അദ്ദേഹം ഇഴഞ്ഞിഴഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു അരുവിയുടെ സമീപത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് കുറച്ച് വെള്ളം കുടിച്ചു. ചുറ്റും ഉള്ള പച്ചിലകൾ ശേഖരിച്ച് മരുന്നുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുരട്ടി. 2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും മടങ്ങി വന്നു. കാരണം അന്ന് ആ ദിവസങ്ങളിൽ രാത്രിയിലും യേശു അവന് പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഈശോ അവനോട് ചോദിച്ചു, നീ എനിക്ക് വേണ്ടി എന്തു ചെയ്യും? നിൻ്റെ കൈവശം എന്തുണ്ട്? അവൻ പറഞ്ഞു, കർത്താവേ, ശരീരം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, ശരീരം ഛിന്നഭിന്നമായിട്ടുണ്ട്, എങ്കിലും ശബ്ദം ഛിന്നഭിന്നമായിട്ടില്ല. ഇന്നും എനിക്ക് കൊള്ളാവുന്ന ശബ്ദമുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, നിൻ്റെ മുറിവുകൾ എന്നോട് ചേർത്ത് വെക്കണം. ശരി, നീ വീണ്ടും സുവിശേഷത്തിന് വേണ്ടി പോവുക. അവൻ പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവന് നടക്കാൻ അത്യാവശ്യം പാകം വന്നു എന്ന് ഉറപ്പ് വന്നപ്പോൾ അവൻ വീണ്ടും തൻ്റെ ഗ്രാമത്തിലേക്ക് പോയി. ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ, സ്വന്തം വംശത്തിൻ്റെ ഇടയിൽ അവൻ പോയി പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. പ്രസംഗിക്കാൻ വീണ്ടും അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തലേ പ്രാവശ്യം ഇതിനു മുമ്പ് ഉണ്ടായതിൻ്റെ കൂടുതൽ തീവ്രതയിൽ ആളുകൾ തിരിച്ചു വന്ന് അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. വീണ്ടും എല്ലാവരും കൂടി ഉപദ്രവിക്കുന്നു. ഇവൻ്റെ ബോധം പോലും ഇവന് നഷ്ടമാകുന്നു. പെട്ടെന്ന് അവർ വീണ്ടും എടുത്ത് അവനെ ഗ്രാമത്തിന് വെളിയിലേക്ക് എറിഞ്ഞു. അന്ന് രാത്രിയിലും ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഈശോ ചോദിച്ചു, നിൻ്റെ കൈവശം എന്തുണ്ട്? അവൻ ഏറെ വിഷമിച്ചുകൊണ്ടാണെങ്കിൽ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എൻ്റെ ശബ്ദം ഇനിയും പോറൽ ഏറ്റിട്ടില്ല. എൻ്റെ ശബ്ദത്തിന് ഇനിയും ഒരു കുഴപ്പവും ഒരു മങ്ങലും വന്നിട്ടില്ല. എൻ്റെ ശബ്ദം ഞാൻ നിനക്ക് തരാം, നിൻ്റെ മുറിവുകൾ എന്നോട് ചേർക്കാമെങ്കിൽ. 3-ാം പ്രാവശ്യവും അവൻ സുവിശേഷത്തിന് വേണ്ടി സ്വന്തം വംശജരുടെ ഇടയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കാത്തു നിൽക്കുകയാണ്. ഇവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അവിടേക്ക് വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഇവനെ നശിപ്പിക്കണം എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവനെ വീണ്ടും ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. പക്ഷേ ഇത്തവണ അവൻ ബോധം പോയെങ്കിലും ബോധത്തിൽ നിന്ന് ഉണർന്ന് സുബോധത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവൻ കാണുന്നത്, അവൻ കിടക്കുന്നത് സ്വന്തം കിടക്കയിലാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് അവൻ വരുന്നത്. അവൻ മനസ്സിലായി സ്വന്തം കിടക്കയിലാണ് അവൻ കിടക്കുന്നത്. മാത്രവുമല്ല, ശാരീരികമായി ഉപദ്രവിച്ച മനുഷ്യർ തന്നെയാണ് അവനെ ശുശ്രൂഷിക്കാനായിട്ടും കട്ടിലിൻ്റെ ചുറ്റുവട്ടത്തുമായും മുറിയുടെ ചുറ്റുഭാഗങ്ങളിലുമായിട്ട് ഒരുമിച്ച് ചേരുന്നത്. സഹോദരങ്ങളെ, അന്ന് രാത്രിയിൽ യേശു വീണ്ടും അവരോട് ചോദിച്ചു, നിൻ്റെ കൈവശം എന്തുണ്ട്? അവൻ പറഞ്ഞു, കർത്താവേ, ശബ്ദത്തിന് പോറൽ വന്നിട്ടില്ല, ശരീരത്തിന് പോറൽ വന്നിട്ടുണ്ട്. യേശു പറഞ്ഞു, ഇന്ന് രാത്രിയിൽ എൻ്റെ മുറിവുകൾ നിൻ്റെ മുറിവുകളോട് ചേർക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ അനുഭവം ഈ ഗോത്രവംശത്തിൽപ്പെട്ട, കറുത്ത വംശത്തിൽപ്പെട്ട ഈ മനുഷ്യൻ അമേരിക്കയിൽ ഒരിക്കൽ ഒരു ധ്യാനാവസരത്തിൽ പ്രസംഗിക്കുമ്പോൾ അനുഗ്രഹീത പ്രഭാഷകനായ ബില്ലി ഗ്രഹാം അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. ബില്ലി ഗ്രഹാം ഏന്തി കരയാൻ തുടങ്ങി. ബില്ലി ഗ്രഹാം ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഒരു കൺഫെഷൻ എന്നോണം, ഒരു കുമ്പസാരം എന്നോണം അവിടെ ഒരുമിച്ച് ചേർന്ന ജനതകളോട് മുഴുവൻ പറഞ്ഞു, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറെ തളർന്നിരിക്കുന്നൊരു കാലഘട്ടമായിരുന്നു ഇത്. ഇതാ ഈ മനുഷ്യൻ്റെ അനുഭവം എന്നെ വീണ്ടും ഉദ്ധിതനായ യേശുവിന് വേണ്ടി ജീവിക്കാൻ അനുവദിക്കുന്നു എന്ന്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, 2 ചോദ്യങ്ങൾ ആത്മീയ ജീവിതത്തിൽ ദൈവം നിരന്തരം വ്യക്തികളോടും സമൂഹങ്ങളോടും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം എന്തുണ്ട്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനി എന്ത് ചെയ്തു തരണം? ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്ന ദൈവത്തെ മാത്രമല്ല ബൈബിൾ പറയുന്നത്, മറിച്ച് നമുക്കുള്ളതിന്മേൽ പണിതുയർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കൂടിയാണ് ബൈബിൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരുവൻ്റെ ഭാര്യ ഏലീഷായുടെ അടുത്ത് ചെന്നുകൊണ്ട് പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരുവൻ്റെ ഭാര്യ ചെന്ന് ഏലീഷായോട് പറഞ്ഞു, അങ്ങ് അറിയുന്നുണ്ടല്ലോ, ഇസ്രയേലിൻ്റെ ശക്തനായ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന, അവന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരുന്ന എൻ്റെ ജീവിത പങ്കാളി മരിച്ചുപോയി. ഞാനിന്നൊരു വിധവയാണ്, എനിക്ക് 2 ആൺമക്കളുണ്ട്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് കടം കൊടുത്ത ആളുകൾ ഇപ്പോൾ അത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. എൻ്റെ കയ്യിൽ ആസ്തി ഒന്നുമില്ല, ഇനി എന്ത് ഞാൻ ചെയ്യുമെന്നും എനിക്കറിയില്ല. എൻ്റെ 2 ആൺമക്കളെ
അടിമയായി കൊണ്ടുപോകണം എന്നാണ് അവർ പറയുന്നത്. എലീഷ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എലീഷ ദൈവത്തിൻ്റെ വചനമായി പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? അല്ലയോ സഹോദരി, നിൻ്റെ കൈവശം എന്തുണ്ട്? നിൻ്റെ കൈവശം എന്തുണ്ട്? ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? അപ്പോൾ അവൾ പറഞ്ഞു, അല്ലയോ പ്രവാചക, എൻ്റെ കൈവശമുള്ളത് ആകെ ഒരു ഭരണി എണ്ണ മാത്രമാണ്. വേറെ ഒന്നും എൻ്റെ വീട്ടിലില്ല. കടമാണെങ്കിൽ ഭീമമായതുമാണ്. ഒരു ഭരണി എണ്ണ എൻ്റെ വീട്ടിലുണ്ട്, മറ്റൊന്നും എൻ്റെ കൈകളിലില്ല. സഹോദരങ്ങളെ, എലീഷ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നിൻ്റെ കൈവശം അത്രയുണ്ടല്ലോ, ഞാനിനി ദൈവത്തെ വിളിച്ച് അതിന്മേൽ പണിതുയർത്താം. നീ നിൻ്റെ 2 മക്കളെയും വിളിച്ച് അയൽവക്കത്തുള്ളതും ഗ്രാമത്തിൽ മറ്റ് പലരുടെയും വീടുകളിലുള്ളതുമായ പാത്രങ്ങൾ മുഴുവൻ നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുക. എലീഷ പറഞ്ഞതനുസരിച്ച് വിധവയായ ഈ സ്ത്രീയും 2 ആൺമക്കളും ചേർന്ന് അയൽവക്ക വീടുകളിലേക്ക് പോയി. ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും പോയി പാത്രങ്ങൾ കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. വാതിലടച്ചു, മുട്ടുകൾ മടക്കി ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവത്തിന് നന്ദിയും ആരാധനയും അർപ്പിച്ചു. തുടർന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് ആരംഭിച്ചു. പ്രവാചകൻ പറഞ്ഞതിങ്ങനെയാണ്: ഓരോ കപ്പ് എണ്ണയും ഇതാ നീ പകർത്തി ഓരോ പാത്രത്തിലും നിറയ്ക്കുക. ഓരോ പാത്രവും വക്കോളം എത്തിക്കഴിയുമ്പോൾ ആ പാത്രം എടുത്ത് മാറ്റിവെച്ച് അടുത്ത പാത്രത്തിൽ എണ്ണ നിറയ്ക്കുക. ആ നാട്ടിലെ മുഴുവൻ പാത്രങ്ങളിലും എണ്ണ നിറച്ചു. സഹോദരങ്ങളെ, വീണ്ടും അവർ എലീഷായുടെ ദൈവപുരുഷനായ എലീഷായുടെ സമീപത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞതനുസരിച്ച് പാത്രങ്ങൾ ശേഖരിച്ചു, എണ്ണ നിറച്ചു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രവാചകൻ പറഞ്ഞു, നീ അത് വിറ്റ് കടങ്ങൾ മുഴുവൻ വീട്ടുക. മാത്രവുമല്ല, ശേഷിക്കുന്ന പണം കൊണ്ട് നിൻ്റെ ശേഷിക്കുന്ന കാലം ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടുകൂടി ജീവിക്കുക. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമുക്ക് ഉള്ളതിന്മേൽ പണിതുയർത്തുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്ക് ചിലതൊക്കെ ഉണ്ട്, ഒന്നും ഇല്ല എന്ന് നമ്മൾ പറയരുത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. വെജിറ്റേറ്റീവ് ലൈഫിൽ എന്ന് പറഞ്ഞാൽ മരിക്കാൻ കിടക്കുന്ന ഒരു രോഗിക്ക് പോലും ചിലതുണ്ട്. ആ ചിലത് നമ്മുടെ കൈവശമുള്ളത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുമ്പോഴാണ് അതിന്മേൽ ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവം പണിതുയർത്തുന്നത്. ഈശോയുടെ പരസ്യകാല ജീവിതത്തിൽ ഈശോ ചെയ്ത 3 പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിലും ഉള്ളതിന്മേൽ പണിതുയർത്തുന്ന ദൈവത്തിൻ്റെ ശക്തി പ്രകടമായിട്ട് നമുക്ക് കാണാം. ഈശോയുടെ പരസ്യകാല ജീവിതത്തിൽ ഈശോ ചെയ്യുന്ന 1ാമത്തെ അത്ഭുതം കാനായിലെ കല്യാണ വിരുന്നാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതാ, വീഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോൾ ഈശോയോടും അമ്മ പറഞ്ഞതനുസരിച്ച് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ വീട്ടിലെന്തുണ്ട്? അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലുള്ളത് ശുദ്ധീകരണ കർമ്മത്തിന് ഉപയോഗിക്കുന്ന 6 പാത്രങ്ങളുണ്ട്. അപ്പോൾ വീഞ്ഞ് കാലിയായെങ്കിലും വീഞ്ഞ് തീർന്നു പോയെങ്കിലും ചിലത് അവരുടെ വീട്ടിലുണ്ട്. ഉള്ളത് നിങ്ങൾ എടുക്കുക. എന്താണ് ഉള്ളത്? ഉള്ളത് 6 കൽഭരണികളാണ്. ഉടനെ പറഞ്ഞു, അതിൽ വെള്ളം നിറയ്ക്കുക. നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് തോന്നും, സത്യത്തിൽ വെള്ളം വീഞ്ഞാക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഈ പാത്രത്തിൽ എണ്ണ നിറയ്ക്കാനില്ല, ഈ പാത്രത്തിൽ വെള്ളം നിറയ്ക്കാനില്ല. എന്നിരുന്നാൽ കൂടിയും ഈശോ പറയുകയാണ്, ഇതാ അത് നിങ്ങൾ ചെയ്യണം. സഹോദരങ്ങളെ, ആദ്യ അത്ഭുതം നടക്കുന്നത് ഉള്ളതിന്മേൽ പണിതുയർത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയായിട്ടാണ്. ആദ്യ അത്ഭുതം യേശു നടത്തുന്നത്. ഇനി യേശുവിൻ്റെ പരസ്യകാല ജീവിതത്തിൽ മധ്യകാലഘട്ടത്തിൽ നടത്തിയ ഒരു അത്ഭുതം നോക്കുക. അത് അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതമാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതവും ഇല്ലായ്മയിൽ നിന്നല്ല യേശു ആ അത്ഭുതം പ്രവർത്തിക്കുന്നത്. അപ്പമില്ലാതെ വന്നപ്പോൾ വചനം കേട്ട് ദിവസങ്ങളോളം മനുഷ്യരിരുന്ന് വിശന്ന് കഴിഞ്ഞപ്പോൾ ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങളുടെ കൈവശം എന്തുണ്ട്? ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? അവർ പറഞ്ഞു, ഞങ്ങളുടെ കൈവശം 5 അപ്പമുണ്ട്, 2 മീനുണ്ട്. അതിനു മുമ്പ് അവർ പറഞ്ഞു, ഞങ്ങളുടെ കൈവശം 200 ദനാറയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൈവശം ചിലതുണ്ട്, അതിന്മേൽ ഞാൻ പണിതുയർത്താം. ഇതാ 5 അപ്പം വരുന്നു, 2 മീൻ വരുന്നു. അതിന്മേൽ യേശു പുരുഷാരത്തിന് മുഴുവൻ വയറ് നിറയ്ക്കാൻ തക്ക വിധത്തിലും 12 കൊട്ടകൾ ശേഖരിക്കാൻ തക്ക വിധത്തിലും സുലഭമായ ഭക്ഷണമാക്കി
ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അത് മാറ്റുന്നു. യേശുവിൻ്റെ ജീവിതത്തിലെ സായാഹ്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുന്നതിനനുസരിച്ച് ഇതാ യേശുവിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ അത്ഭുതമെന്ന് പറയുന്നത് അന്ധനായ ഒരു മനുഷ്യന് കാഴ്ച കൊടുക്കുന്നതാണ്. മർക്കോസിൻ്റെ സുവിശേഷം അത് പറയുന്നത് ആ അന്ധനായ മനുഷ്യൻ എന്ന് പറയുന്നത് ബർത്തമിയൂസ് ആണ്. ബർത്തമിയൂസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അത്യുന്നതൻ്റെ പുത്രൻ എന്നാണ്. അത്യുന്നതൻ്റെ പുത്രൻ മറ്റൊരു ശക്തനും ധീരനുമായ ദൈവത്തിൻ്റെ അത്യുന്നതൻ്റെ പുത്രൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവൻ നിലവിളിക്കുകയാണ്, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അവനിൽ എന്തുണ്ട്? അവനിലുള്ളത് കാഴ്ച ഉണ്ടായിരുന്നു, അതിപ്പോൾ കെട്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ. അവൻ ചെറുപ്പത്തിലെ മുഴുവൻ ഒരു പിറവി കുരുടനായിരുന്നില്ല. ജനിച്ചപ്പോഴേ അവൻ കാഴ്ചയില്ലാത്തവനായിരുന്നില്ല. മറിച്ച് അവൻ ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ എവിടെയോ വെച്ച് കാഴ്ചയുടെ തിരുനാളം അണഞ്ഞുപോയതാണ്. അപ്പോൾ ആ അണഞ്ഞുപോയ തിരുനാളത്തെ, കാഴ്ചയുടെ തിരുനാളത്തെ വീണ്ടും ഊതി കത്തിക്കണമെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം വേണം. അതുകൊണ്ടാണ് അവൻ നിലവിളിക്കുന്നത്, ഓ ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കനിയണമേ. ഇതാ അവസാന അത്ഭുതവും യേശു ലൂക്കായുടെ സുവിശേഷം പറയുന്നതനുസരിച്ച് ഈ അത്ഭുതം ചെയ്യുകയാണ്. അന്ധനായ ബർത്തമിയൂസിന് കാഴ്ച കൊടുക്കുന്നു. അവൻ നിലയില്ലാത്ത വിളിയാണ് വിളിക്കുന്നത്. നിലവിളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നിലയില്ലാത്ത വിളി എന്നാണ്. അവൻ കർത്താവിൻ്റെ മുമ്പിൽ വിളിക്കുകയാണ്, കർത്താവെ, ഇനി മറ്റെങ്ങും എനിക്ക് പോകാനില്ല, ആരുടെ അടുത്തും സമീപിക്കാനില്ല, ഒരു വൈദ്യൻ്റെ അടുത്തും പോകാനില്ല, എനിക്ക് നിൻ്റെ സമീപത്ത് മാത്രമേ കർത്താവെ വരാനുള്ളൂ. സഹോദരങ്ങളെ, അവന് ഉള്ളത് മുഴുവൻ നിലവിളിയായി കർത്താവിൻ്റെ മുമ്പിൽ ഉയർത്തി. ഉടനെ തന്നെ അവനോട് ചോദിച്ചു, ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? വാട്ട് യു വാണ്ട് മീ ടു ഡു ഫോർ യു? ഞാൻ നിനക്ക് വേണ്ടി ഇനി എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, ഇതാ എനിക്ക് കാഴ്ച കിട്ടണം. ഈശോ ഉടനെ തന്നെ അവന് കാഴ്ച കൊടുക്കുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ കൈകളിലുള്ളത് യേശുവിൻ്റെ കൈകളിലേക്ക് നമ്മൾ ഉയർത്താൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തെ യേശു ഏറെ സമ്പന്നമായി അനുഗ്രഹിക്കും. പുതിയ നിയമത്തിലുടനീളവും സഭയിലെ ഏതൊരു പുണ്യാത്മാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടും യേശു അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതും സമ്പന്നമാക്കുന്നതും അവരുടെ കൈകളിലുള്ളത് ദൈവത്തിനു മുമ്പിൽ ഉയർത്തുമ്പോഴാണ്. ഇതാ പൗലോസ്, അവൻ പറഞ്ഞു, കർത്താവെ, എനിക്ക് വിജാതിയരുടെ ഇടയിൽ പോയി പ്രസംഗിക്കണം എന്ന ആഗ്രഹമുണ്ട്. യേശു അവനോട് ചോദിച്ചു, നിൻ്റെ കൈവശം എന്തുണ്ട്? അവൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് അറിവുണ്ട്, യഹൂദ മതത്തെക്കുറിച്ചുള്ള ഒരുപാട് പാണ്ഡിത്യമുണ്ട്. യേശു പറഞ്ഞു, നിൻ്റെ പാണ്ഡിത്യം, നിൻ്റെ അറിവ് ഇതാ വലിയ ജ്ഞാനമാക്കി ഞാൻ മാറ്റുന്നു. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 17-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്, ലോകത്തെ കീഴ്മേൽ മറിച്ച പൗലോസായി വിജാതിയരുടെ അപ്പസ്തോലനായ പൗലോസ് രൂപാന്തരപ്പെട്ടുവെന്ന്. ഇതാ പത്രോസ് പറഞ്ഞു, കർത്താവെ, എനിക്ക് എൻ്റെ കൈവശമുള്ളത് ഒരു വല മാത്രമാണ്. ഈശോ പറഞ്ഞു, നിൻ്റെ വലയെ ഞാൻ ഇതാ ധാരാളം മനുഷ്യരെ കൊണ്ട്, ധാരാളം ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കാം. സഭയിൽ ഏറെ സ്വാധീനമുള്ള, സഭയിലെ ആദ്യകാല വേദപാരംഗതരിൽ ശ്രേഷ്ഠനായ, ഒരുപാട് ബൈബിൾ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുള്ള വിശുദ്ധ ജെറോമിൻ്റെ സമീപത്ത് ചെന്ന് കർത്താവായ ഈശോ ചോദിച്ചു, നിൻ്റെ കൈവശം എന്തുണ്ട്? അവൻ പറഞ്ഞു, കർത്താവെ, എൻ്റെ കൈവശമുള്ളത് പാപം മാത്രമാണ്. ഇതാ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പാപങ്ങൾ മുഴുവൻ കർത്താവ് പുണ്യങ്ങളാക്കി രൂപാന്തരപ്പെടുത്തി. ഏറ്റവും വലിയ സുവിശേഷ വ്യാഖ്യാതാവായി അദ്ദേഹം മാറി. വീണ്ടും കൽക്കട്ടയിലെ മദർ തെരേസ, അവളോട് ചോദിച്ചു, നിൻ്റെ കൈവശം എന്തുണ്ട്? അവൾ പറഞ്ഞു, എൻ്റെ കൈവശം 5 രൂപയുണ്ട്. ഇതാ കൊൽക്കട്ടയിൽ നിന്നും ഡാർജിലിംഗിൽ ഒരു വാർഷിക ധ്യാനത്തിന് വേണ്ടി പോയി മടങ്ങി അവൾ സ്വന്തം കോൺവെൻറ്റിലേക്ക് വരുന്ന നേരത്ത്, ലൊറെറ്റോ സഭയിലെ അംഗമായിരുന്നു അവൾ. ലൊറെറ്റോ മഠത്തിലേക്ക് അവൾ മടങ്ങി വരുന്ന സമയത്ത് അവൾ പറഞ്ഞു, കർത്താവെ, എൻ്റെ കൈവശം 5 രൂപയുണ്ട്, പക്ഷേ എൻ്റെ ആഗ്രഹമാകട്ടെ 5 ലക്ഷത്തിലധികം പേർക്ക് കർത്താവിനെ കൊടുക്കണമെന്നും പാവപ്പെട്ട ജീവിതങ്ങളെ യേശുവിന് വേണ്ടി വീണ്ടെടുക്കണം എന്നുള്ളതുമാണ്. ഈശോ പറഞ്ഞു, ആ 5 രൂപ എൻ്റെ കൈവശം നീ തരിക. ഈശോയുടെ കൈകളിലേക്ക് അവൾ ആ 5 രൂപ അർപ്പിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആത്മാക്കളെ യേശുവിന് വേണ്ടി നേടാൻ തക്ക വിധത്തിൽ കൽക്കട്ടയിലെ തെരേസയെ വിശുദ്ധയും
വാഴ്ത്തപ്പെട്ടവളും അനുഗ്രഹീതയുമാക്കി സ്വർഗത്തിലെ പിതാവ് രൂപാന്തരപ്പെടുത്തി. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ കൈവശം ചിലതുണ്ട്. ആ കൈവശം ഉള്ളതിൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. അതിലൂടെ ഉന്നതമായ അനുഗ്രഹങ്ങളും കൃപയും നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുകയും ചെയ്യും. തുടർന്നുള്ള ആരാധനയിലും പ്രാർത്ഥനയിലും നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ കൈവശമുള്ളവയെ ഞാൻ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു. അവിടുന്ന് ആശീർവദിച്ച്, അവിടുന്ന് അനുഗ്രഹിച്ച്, മുറിച്ച് 10,000-ങ്ങൾക്ക് വിളമ്പിക്കൊടുക്കാൻ തക്ക വിധത്തിൽ മടക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന, സ്തിരൂപനേശുവേ ആരാധന. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന, സ്തിരൂപനേശുവേ ആരാധന. ദിവ്യകാരുണ്യ കർത്താവിൻ്റെ മുമ്പിൽ മനസ്സും ഹൃദയവും കൊടുത്ത് നമുക്കായിരിക്കാം. ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിലാണ് യേശു സാന്നിധ്യം നമ്മുടെ മുമ്പിൽ ആഗതമായിരിക്കുന്നത് എങ്കിലും നമുക്ക് ഓർക്കാം, ഒരിറുക്ക് വെള്ളത്തിൽ അലിയാൻ പാകത്തിലുള്ളതാണ് ഈ ഗോതമ്പപ്പമെങ്കിലും പെരുവെള്ളത്തെ ശാന്തമാക്കിയവനുണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ. ഒരു ചെറിയ കാറ്റിൽ പറന്നു പോകാൻ പാകത്തിലുള്ളതാണ് ഈ ഗോതമ്പപ്പമെങ്കിലും കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ കർത്താവ് ഈ ദിവ്യകാരുണ്യത്തിലുണ്ട് എന്ന് നമുക്കുറച്ച് വിശ്വസിക്കാം. ഓ ദിവ്യകാരുണ്യ കർത്താവേ, ഇന്ന് ലോകം മുഴുവനിലും അർപ്പിക്കപ്പെട്ട 5 ലക്ഷത്തിൽ പരം ദിവ്യ ബലികളോട് ചേർന്ന് വ്യത്യസ്തങ്ങളായ ആരാധനാ കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും നിന്റെ വിശുദ്ധമായ നാമത്തെ മഹത്വപ്പെടുത്തുന്ന പരശതം മനുഷ്യരോട് ചേർന്ന് ഏക മനസ്സോടു കൂടി കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിന്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ ഓരോരുത്തരും. കർത്താവെ, അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ദൈവമകനും മകളും. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഞങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്ന് വിശ്വാസത്തിൻ്റെ തിരുനാളം ഞങ്ങളിൽ കത്തിച്ചു തന്ന എല്ലാ അനുഗ്രഹീതരായ പിതാമഹന്മാരെയും ഈ അനുഗ്രഹീതമായ മണിക്കൂറിൽ ഏറെ സ്നേഹത്തോടെ അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. കർത്താവെ, കടും ശൈത്യത്തിലും സഹിക്കാൻ പറ്റാത്ത ചൂടിലും ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ദൈവ ശുശ്രൂഷകളിലായിരിക്കുന്ന ദൈവമക്കളെ നിന്റെ കരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങൾ അർപ്പിക്കുന്നു. അവരുടെ അധ്വാനമാണല്ലോ
പഞ്ചഭൂഖണ്ഡങ്ങളിലും യേശുവിൻ്റെ വിശുദ്ധമായ നാമത്തെ ഉയർത്തുവാൻ ഇടവന്നത്. കർത്താവെ, ഞങ്ങൾക്കുള്ളത് മുഴുവൻ നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രേഷിത ശുശ്രൂഷയിൽ വീഴ്ച വന്നുപോയിരിക്കുന്ന സഭാഗാത്രത്തെ ഒരിക്കൽ കൂടി, ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ വീണ്ടും കടന്നു വന്ന് കൂടുതൽ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് എല്ലാ ദൈവമക്കളും ഈ സമയം പ്രാർത്ഥിക്കട്ടെ. ആദിമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നത് പോലുള്ള ഒരു പുതിയ തീക്ഷ്ണതയും ഒരു പുതിയ ശക്തിയും സഭാസൗധത്തിൻ്റെ മേൽ, സഭയിലെ മുഴുവൻ സംവിധാനങ്ങളുടെയും വ്യക്തികളുടെയും മേൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചിൻ്റെ കണ്ണിനെ അന്ധമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഷ്ടന്റെ ചെയ്തികളുടെ കൂരമ്പുകളെ തകർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ ശുശ്രൂഷകരെ ഉണർത്തണമേ എന്ന് നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സംവിധാനങ്ങളെയും രൂപപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യ യേശുവേ, സുവിശേഷത്തിന് വേണ്ടി ഉറക്കമില്ലാതെ അധ്വാനിക്കുന്ന ഒരുപാട് ദൈവമക്കളെ ഞങ്ങൾക്കറിയാം. വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, ആത്മായ ശുശ്രൂഷകരുണ്ട്, വ്യത്യസ്തമായ സഭകളിലും സമൂഹങ്ങളിലും പെടുന്നവരുണ്ട്, ഗോത്രവർഗക്കാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, ആദിവാസികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, തോക്കിൻ മുനയിൽ മുമ്പിലായിരുന്നു കൊണ്ട് ദൈവ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരുണ്ട്. കർത്താവെ, വിപരീതമായ സാഹചര്യങ്ങളിൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മുന്നേറ്റങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും അറേബ്യൻ രാജ്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, ദൈവ ശുശ്രൂഷകൾക്ക് വേണ്ടി, സഭാ സംവിധാനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി അവിടുന്ന് തുറന്നു തരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കരുണയുടെ സമയത്ത്, ഈ കരുണയുടെ മണിക്കൂറുകളിൽ ദൈവ തിരുമുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവിൻ്റെ കരുണ അനന്തമായി നമ്മളിൽ വർഷിക്കപ്പെടുകയും ഒരു പുതിയ ഉണർവും ഒരു നവീന പന്തക്കുസ്തയും സഭയിൽ രൂപം കൊള്ളുകയും ചെയ്യും. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ആദിമ നൂറ്റാണ്ടുകളിൽ എന്നതുപോലെ ഞങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും കടന്നു വരണമേ. രണ്ടാമതൊരു പന്തക്കുസ്ത കൊണ്ടല്ലാതെ സഭയെ വീണ്ടെടുക്കുക സാധ്യമല്ല എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഒരിക്കൽ കൂടി നിന്റെ ചിറകിട്ടടി ഞങ്ങൾ കേൾക്കട്ടെ. നീ വാനമേഘങ്ങളിൽ പ്രത്യക്ഷമാകുന്നത് ഞങ്ങൾ കാണട്ടെ. ദൈവമക്കൾ ഒരിടയനും ഒരാട്ടിൻ പറ്റവുമായി മാറുന്നത് ഞങ്ങൾ കാണട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും എല്ലാ ദൈവ ശുശ്രൂഷകരിലും വ്യാപിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമി താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, ദാസരിൽ നിറഞ്ഞിടുക. സുവിശേഷത്തിന് വേണ്ടി കൊടുക്കാൻ നിന്റെ പക്കൽ എന്തുണ്ട് എന്ന് നമ്മുടെ കർത്താവ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പറയാം, എൻ്റെ മകനെ, എൻ്റെ മകളെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ തരും. കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കട്ടെ: വർഷത്തിൽ ഒരിക്കൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒട്ടേറെ വർഷങ്ങൾ ഞാൻ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു വർഷം എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ പരിപൂർണമായി ശുശ്രൂഷ ചെയ്യും.
IT ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നവർ ദിവ്യകാരുണ്യ കർത്താവിൻ്റെ മുമ്പിലായിരുന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കട്ടെ. ഒരു വർഷമെങ്കിലും എൻ്റെ ഈശോയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, സഭാഗാത്രം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ധാരാളം സുവിശേഷകരെ ഉണർത്തണമേ. എൻ്റെ കുടുംബത്തെ സുവിശേഷത്തിന് വേണ്ടി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ ആരാധന, കർത്താവേ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ